നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദീപൻ. ഞാൻ ന്യൂറോളജിസ്റ്റാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ അപസ്മാര രോഗം അഥവാ എപ്പിലെപ്സിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അപസ്മാര രോഗം എന്ന് അറിയുന്നതിനേക്കാൾ മുൻപ് തന്നെ എന്താണ് അപസ്മാരം എന്നറിയണം. അപസ്മാരം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സീഷർ, ഫിറ്റ്സ്, ജെന്നി, കോട്ടൽ എന്നിവയെക്കുറിച്ചൊക്കെ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ തകരാറ് മൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് അപസ്മാരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ബലംപിടുത്തമാകാം, അല്ലെങ്കിൽ ഞെട്ടലാകാം, അല്ലെങ്കിൽ പോസ്ചറിങ് ആകാം, അല്ലെങ്കിൽ അമിതമായ വിയർപ്പ്, നെഞ്ചിടിപ്പ്, പെരുമാറ്റ വ്യത്യാസം എന്നിവയൊക്കെ ആകാം. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെയാണ് നമ്മൾ അപസ്മാരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ഈ അപസ്മാര രോഗലക്ഷണങ്ങൾ ഒരു പ്രകോപനവും കൂടാതെ 24 മണിക്കൂർ ഇടവിട്ടിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അപസ്മാര രോഗം അഥവാ എപ്പിലെപ്സി എന്ന് പറയും. അപ്പോൾ ഈ അസുഖം വന്നിട്ട് നമ്മൾ രണ്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. വേണമെങ്കിൽ ഈ അപസ്മാരത്തിന് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫോക്കൽ, രണ്ടാമത് ജനറലൈസ്ഡ്. ഫോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ ആ രോഗലക്ഷണം ഉണ്ടാവുള്ളൂ. ജനറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ അഫക്റ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ അബോധാവസ്ഥയിലും ആകാം. അപ്പോൾ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് ന്യൂറോളജിസ്റ്റിനെയാണ്. ന്യൂറോളജിസ്റ്റ് നമ്മളെ ഈ അസുഖത്തിനെ നമ്മൾ വിശകലനം ചെയ്തിട്ട് എന്ത് തരം അപസ്മാരമാണ്, എന്താണ് ഇതിൻ്റെ ചികിത്സ, എത്ര നാൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.